ഹായ് ഓൾ, എല്ലാവർക്കും ഊരുതണ്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇടുക്കിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിൽ ട്രെക്കിംഗ് ആയ മുള്ളൻതണ്ട് കുരിശുമലയിലേക്കാണ്. കട്ടപ്പനയിൽ നിന്ന് പൂപ്പാറ റൂട്ടിലാണ് മുള്ളൻതണ്ട് കുരിശുമല. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ രാജാക്കാട്, രാജകുമാരി ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിപ്പെടുക. പ്രത്യേകിച്ച് നല്ല രസമുള്ള പേരുകളാണ് രാജാക്കാട്, രാജകുമാരി. കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബുണ്ട്. ഞങ്ങൾ പോകുന്നത് തന്നെ സൺസെറ്റ് കാണാമെന്ന ഒരു പ്ലാനിലാണ്. കാരണം നല്ലൊരു ട്രക്കിങ്ങും ആണ്, ഈവനിങ്ങും ആണ്. എന്തായാലും നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. പോകുന്നതായിക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലം കിട്ടി. ഇവിടെ നിന്ന് അങ്ങോട്ട് കാർ പോകില്ല, കാരണം കട്ട ഓഫ് റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓൺലി ഓഫ് റോഡ് വെഹിക്കിൾസ്. ഇപ്പം നമ്മൾ ഏകദേശം മുള്ളൻതണ്ട് കുരിശുമല ഏരിയയിൽ എത്താനായി. ഇപ്പോൾ ഇത് കുറച്ച് ഓഫ് റോഡ് റോഡാണ്. കാറൊക്കെ ആണെങ്കിൽ പിന്നെ താഴത്ത് പാർക്ക് ചെയ്യുക. ഓഫ് റോഡ് ജീപ്പോ അല്ലെങ്കിൽ എക്സ്പൾസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹിമാലയൻ ഒക്കെ ആണെങ്കിൽ കയറി വരാൻ പറ്റും. പക്ഷേ പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സും സപ്പോർട്ടൊക്കെ വേണം. നല്ല റിസ്ക്കാണ്. നടന്നിരുന്നാണ് സേഫ്. മുകളിൽ പോയി നോക്കാം മുകളിലെ വ്യൂ എന്താണെന്നുള്ളത്. നല്ലോണം നടക്കാണ്ട് കേട്ടോ. തീരെ മല കയറാത്തവരാണെങ്കിൽ കുറച്ച് പണിയാവും. എന്നാൽ ഇത് ട്രക്കിംഗ് എൻജോയ് ചെയ്യുന്നവർക്ക് പ്രത്യേക നൈസ് വൈബുമാണ്. പോകുന്ന വഴിക്ക് മുന്നിൽ മാനിനെപ്പോലെ ഒന്നിനെ കണ്ട്. പിന്നെ മുകളിലെത്തി ജീപ്പ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ആണ് കാര്യം മനസ്സിലായത്. അത് കാട്ടാടാണെന്ന്. ഞങ്ങൾക്കത് ക്യാമറ പകർത്താൻ പറ്റിയില്ല. ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇറങ്ങുമ്പോൾ ഞങ്ങൾ തന്നെ 2 പ്രാവശ്യം വീണ്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും. പ്രത്യേകിച്ച് ട്രക്കിംഗ് ഷൂ ഒക്കെ ആണെങ്കിൽ നൈസാവും. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടുത്തെ കാറ്റ് തന്നെയാണ്. താഴേക്ക് നോക്കിയാൽ രാജാക്കാടും അതുപോലെ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളും കാണാം. ഞങ്ങൾ പോയ സമയത്ത് പുല്ല് അത്ര തളിർത്തില്ലേ, പക്ഷെ പുല്ല് തളിർത്താൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ മലമുകളിൽ എത്തിയാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല കാറ്റുമുണ്ട്. സംഭവം നൈസാണ്. ഈ ചേട്ടൻ ഇവിടെ ട്രെക്കിങ്ങിന് കൊണ്ടുവരുന്ന ഡ്രൈവറാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനം തോന്നി അദ്ദേഹത്തോട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി ഓഫ് റോഡാണ്. സ്ഥിരം വരുന്ന ആളാണ് ഈ ചേട്ടന്. കുറേ നേരം മൂപ്പരായിട്ട് ഇങ്ങനെ വണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നു. മൂപ്പരുന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് മൂന്നാർ ഭാഗമാണ്, ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് രാജാക്കാട്, രാജമല തുടങ്ങിയ സിറ്റീസാണ് കാണുന്നത്. അതേപോലെ ദുഃഖവെള്ളി സമയങ്ങളിൽ ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ വരലുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും ഇവിടെ കാറ്റ് ആസ്വദിക്കുന്ന തിരക്കിലാണ്. മൂൺസ് ആണെങ്കിൽ നല്ല വിഷ്വൽസ് ക്യാമറയിൽ പകർത്തുന്ന തിരക്കിൽ. അങ്ങനെ ഏതാണ്ട് സൂര്യൻ അസ്തമിക്കാറായി. നേരം പോയത് അറിഞ്ഞില്ല. അങ്ങനെ സൂര്യന് മുന്നിൽ ക്യാമറയൊക്കെ വെച്ച് ഒരു ടൈം ലാപ്സ് എടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ശേഷം ഞങ്ങൾ എന്താക്കി മല ഇറങ്ങി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് കമൻ്റായിട്ട് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സീ യു ഇൻ ഫ്യൂച്ചർ.